ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ശുഭം എന്ന തെലുങ്ക് സിനിമയാണ് കാണാൻ പോകുന്നത്. ഒരു വിചിത്രമായ ഗ്രാമമുണ്ട്. അവിടെ രാത്രി 9 മണി കഴിഞ്ഞാൽ ഗ്രാമത്തിലെ ഭാര്യമാരെല്ലാം ഭർത്താക്കന്മാരോട് വളരെ വിചിത്രമായി പെരുമാറുന്നു. ഈ കാര്യം പുറത്തു പറയാൻ കഴിയാതെയും ഉള്ളിൽ വെക്കാൻ കഴിയാതെയും ഭർത്താക്കന്മാർ കഷ്ടപ്പെടുന്നു. അങ്ങനെയിരിക്കെ അതേ ഗ്രാമത്തിൽ നമ്മുടെ നായകൻ പുതുതായി വിവാഹം കഴിക്കുന്നു. തന്റെ പുതിയ ഭാര്യയോടൊപ്പം ആദ്യ രാത്രി മുറിയിലേക്ക് വരുമ്പോൾ അടുത്ത ഗ്രാമത്തിൽ നിന്നുള്ള അവളും അതേ 9 മണിക്ക് വളരെ വിചിത്രമായി പെരുമാറാൻ തുടങ്ങുന്നു. ഇത് നായകനെ ഭയപ്പെടുത്തുന്നു. അങ്ങനെ രാത്രി 9 മണിക്ക് ആ ഗ്രാമത്തിൽ എന്ത് സംഭവിക്കുന്നു, അതിനുശേഷം അവിടെ സംഭവിക്കാൻ പോകുന്ന ട്വിസ്റ്റുകൾ എന്തൊക്കെയാണ് എന്നെല്ലാമാണ് ഈ സിനിമയിൽ വളരെ മികച്ചതായി പറഞ്ഞിരിക്കുന്നത്. കഥയുടെ തുടക്കത്തിൽ ഒരാളെ കാണിക്കുന്നു. അയാളുടെ മുത്തശ്ശി കട്ടിലിൽ കിടപ്പിലാണ്. അതായത് ഏത് നിമിഷവും മരിക്കാവുന്ന അവസ്ഥയിൽ. ഗ്രാമത്തിലെ ഒരുപാട് ആളുകൾ അയാളുടെ വീടിന് മുന്നിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. അയാൾ തന്റെ മുത്തശ്ശിയുടെ ഓർമ്മകളിൽ കരയുകയാണ്. രാവിലെ വരെ മുത്തശ്ശി വളരെ ഉന്മേഷവതിയായിരുന്നു എന്ന് ഓർത്തുകൊണ്ട്. ഇതിനിടയിൽ രാത്രി 9 മണിയാകുന്നു. ഗ്രാമത്തിലെ ഘടികാരത്തിൽ മണിയടിക്കുന്നു. 9 മണിയായ ഉടൻ ആ വൃദ്ധയ്ക്ക് ജീവൻ വെക്കുന്നത് പോലെ തോന്നി. അവർ പതുക്കെ ടിവിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇത് കണ്ട് അയാളുടെ ഭാര്യ വേഗം ടിവി ഓൺ ചെയ്യുന്നു. അതിലൊരു ഹിറ്റ് സീരിയൽ ഓടുന്നുണ്ട്. ഈ സീരിയലിന്റെ പ്രധാന കഥാപാത്രങ്ങളായ രാജാബാബുവും സീതയും. ഒരു ദിവസം രാജാബാബു സീതയോടൊരു സന്തോഷ വാർത്ത പറയാനായി വീട്ടിലേക്ക് വരുന്നു. സീത അയാളുടെ ഭാര്യയാണ്. രാജാബാബുവിന്റെ അമ്മ ഒരു കത്ത് അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, സീതയെ രാവിലെ മുതൽ കാണാനില്ലെന്ന്. എന്നെ അന്വേഷിക്കരുത് എന്ന കത്തിൽ എഴുതിയിരുന്നു. ഇത് വായിച്ച രാജാബാബു ഞെട്ടിപ്പോകുന്നു. ക്യാമറാമാൻ രാജാബാബുവിന്റെ മുഖത്തേക്ക് പലതവണ സൂം ചെയ്യുന്നു. ഈ ക്യാമറ ആംഗിൾ കണ്ട് ആ വൃദ്ധ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഡയറക്ടറെ ചീത്ത വിളിക്കാൻ തുടങ്ങുന്നു. എത്ര കാലം ഈ സീരിയൽ നീട്ടിക്കൊണ്ടുപോകും? എപ്പോഴാണ് രാജാബാബുവിനെയും സീതയെയും ഒന്നിപ്പിക്കുന്നത്? മറ്റൊരു സീനിൽ അതേ ഗ്രാമത്തിൽ ഒരു ലോക്കൽ കേബിൾ ടിവി നടത്തുന്ന ശ്രീനിവാസ് എന്നൊരാളെ കാണിക്കുന്നു. അയാൾ തന്റെ ചാനലിൽ ഒരു അടിപൊളി പരിപാടി നടത്തുകയാണ്. ഒരു സിനിമയുടെ ക്ലിപ്പ് കാണിച്ച് അതിലെ നായിക ഏത് നിറത്തിലുള്ള വസ്ത്രമാണ്, ഏത് നിറത്തിലുള്ള വളയാണ് ധരിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ശരിയായ ഉത്തരം നൽകുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഭാഗ്യവശാൽ ആരും ആ കളിയിൽ ജയിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ശ്രീനിവാസ് തന്റെ കേബിൾ ടിവി ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും അയാളുടെ കേബിൾ കണക്ഷനാണ്. അയാളുടെ സ്ഥാപനത്തിൽ ആകെ 2 ജീവനക്കാരാണുള്ളത്. ഒന്ന് ഉടമയായ ശ്രീനിവാസും മറ്റൊന്ന് വീടുകളിൽ കേബിൾ കണക്ഷൻ കൊടുക്കുന്ന അയാളുടെ അസിസ്റ്റന്റും. അടുത്ത സീനിൽ വെങ്കടേഷ് എന്നൊരാളെ കാണിക്കുന്നു. അയാളുടെ ഭാര്യയുടെ പേര് ഗായത്രി. ഗായത്രി വെങ്കടേഷിനെ വളരെയധികം പരിചരിക്കുന്നു. അയാൾ ഒന്ന് ആംഗ്യം കാണിച്ചാൽ മതി, ഗായത്രി ആ സാധനം മുന്നിൽ കൊണ്ടുവന്ന് വെക്കും. എന്നാൽ വെങ്കടേഷ് ഗായത്രിയുടെ ഒരു ആഗ്രഹം പോലും നിറവേറ്റുന്നില്ല. ചുരുക്കത്തിൽ വെങ്കടേഷ് എപ്പോഴും ഭാര്യയെ അടക്കി ഭരിക്കുന്നു. അയാൾ പറയുന്നത് അവരുടെ അവസാന വാക്കാണ്. മറ്റൊരു സീനിൽ ഷാജഹാൻ എന്നൊരാളെ കാണിക്കുന്നു. അയാൾ അതേ ഗ്രാമത്തിൽ ഒരു ചെറിയ കട നടത്തുന്നു. അയാളുടെ ഭാര്യ ഫരീദ സീരിയലുകളുടെ ആരാധികയാണ്. ടിവിയിൽ കാണുന്ന എല്ലാ സീരിയലുകളുടെ കഥയും അവൾ ഭർത്താവിനോട് പറയും. അതുപോലെ സീരിയലിലെ നായിക ധരിക്കുന്ന വസ്ത്രങ്ങൾ വാങ്ങി നൽകാനും ആവശ്യപ്പെടും. അടുത്ത ദിവസം ശ്രീനിവാസും കുടുംബവും ഒരു പെണ്ണ് കാണൽ ചടങ്ങിനായി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു. ഇന്ന് പെണ്ണ് കാണാൻ വരുമെന്ന് പെൺകുട്ടിക്ക് അറിയാമായിരുന്നു. എന്നിട്ടും അവൾ ജോലിക്ക് പോയിരുന്നു. എല്ലാവരും അവൾക്കായി കാത്തിരിക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നു. അവളുടെ പേര് ശ്രീവല്ലി. ശ്രീനിവാസിന്റെ അമ്മ പറയുന്നു, മോളെ ഒന്ന് റെഡി ആയിട്ട് വരൂ. ശ്രീനിവാസ് പറയുന്നു, അതിന്റെ ആവശ്യമില്ല, അതിന് അരമണിക്കൂർ വെറുതെ പോകും, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതിനുശേഷം മുതിർന്നവർ അവർക്ക് സംസാരിക്കാൻ സ്വകാര്യത നൽകുന്നു. എന്നാൽ അവർക്ക് സ്വകാര്യത കിട്ടിയിട്ടും പരസ്പരം മനസ്സിലാക്കുന്നതിന് പകരം അവർ വെള്ളത്തിന്റെ ടാങ്കിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു. ഈ വെള്ളം ടാങ്കിനെ കുറിച്ച് സംസാരിച്ച് അവരുടെ സമയം തീരുന്നു. എന്നിട്ടും ശ്രീനിവാസിന് ശ്രീവല്ലിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ശ്രീനിവാസിന്റെ അമ്മ അവനോട് പറയുന്നു, മോനെ, ആ പെൺകുട്ടി നമ്മുടെ വീട്ടിൽ ചേരില്ല, അവൾക്കൊട്ടും അധ്വാനശീലമില്ല എന്നിങ്ങനെ ചില കുറവുകൾ പറയുന്നുണ്ട്. എന്നാൽ ശ്രീനിവാസിന് ശ്രീവല്ലിയെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അവൻ അമ്മയോട് പറയുന്നു, അമ്മ, അവൾ വിദ്യാസമ്പന്നയാണ്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഇങ്ങനെയാണ്, ഇത് നിങ്ങളുടെ കാലമല്ല എന്ന് പറഞ്ഞ് അവൻ മാതാപിതാക്കളെ സമ്മതിപ്പിക്കുന്നു. അടുത്ത ദിവസം കുമാർ എന്നൊരാൾ ആ ഗ്രാമത്തിലേക്ക് DTH ഡിഷ് ടിവി കൊണ്ടുവരുന്നു. ഈ കുമാർ മറ്റാരുമല്ല, സിനിമയുടെ തുടക്കത്തിൽ മുത്തശ്ശി സീരിയൽ കണ്ടെഴുന്നേറ്റില്ലേ, ആ ചെറുപ്പക്കാരനാണ്. കുമാർ എല്ലാവരെയും കൂട്ടി ഡിഷ് ടിവിയുടെ പ്രചാരണം നടത്തുന്നു. ഇത് കണ്ട് ശ്രീനിവാസിന് അസൂയ തോന്നുന്നു. കാരണം തന്റെ ബിസിനസ്സിൽ ഒരു എതിരാളി വന്നിരിക്കുന്നു. അതിനുശേഷം ശ്രീനിവാസ് തന്റെ വീട്ടിലേക്ക് ഒരു പുതിയ ടിവി വാങ്ങുന്നു, തന്റെ ഭാവി വധുവായ ശ്രീവല്ലിക്ക് വേണ്ടി. അതിനുശേഷം ശ്രീനിവാസ് തന്റെ 2 സുഹൃത്തുക്കളായ വെങ്കടേഷിനെയും ഷാജഹാനെയും കാണാൻ പോകുന്നു.
അവൻ ശ്രീവല്ലിയെ കുറിച്ച് പറയുന്നു. ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ ശ്രീവല്ലിയെ മാത്രമേ കഴിക്കൂ. അവർ രണ്ടുപേരും ശ്രീനിവാസിന് വിവാഹത്തെക്കുറിച്ച് ചില ഉപദേശങ്ങൾ നൽകുന്നു. നീ പുഷ്പയല്ല ശ്രീവല്ലിയുടെ മുന്നിൽ കുനിയാൻ. നീ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഭാര്യയോട് എങ്ങനെ ചായ ചോദിക്കും? ശ്രീനിവാസ് പറയുന്നു, ശ്രീവല്ലി നിനക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ എനിക്കൊരു കപ്പ് ചായ ഉണ്ടാക്കി തരാമോ എന്ന് ചോദിക്കും. ഇത് കേട്ട് വെങ്കടേഷും ഷാജഹാനും ചിരിക്കുന്നു. ഷാജഹാൻ പറയുന്നു, ഞാൻ എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് നിനക്കറിയാമോ? ഒരൊറ്റ വാക്ക്, കോഫി. അടുത്ത നിമിഷം കോഫി എന്റെ മുന്നിലെത്തും. വെങ്കടേഷ് പറയുന്നു, അവൻ വാ കൊണ്ട് ചോദിച്ചു, ഞാൻ വെറുതെ കൈപൊക്കും. അടുത്ത നിമിഷം ചായക്കപ്പ് എന്റെ കയ്യിലിരിക്കും. അവരുടെ പെരുമാറ്റം കണ്ട് ശ്രീനിവാസ് ഞെട്ടിപ്പോകുന്നു. അയ്യോ, ഭാര്യയോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? വെങ്കടേഷ് പറയുന്നു, നോക്കു മോനെ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക്. പുരുഷന്മാരിൽ 2 തരം പുരുഷന്മാരുണ്ട്. ഒന്ന് സാധാരണ പുരുഷൻ, മറ്റൊന്ന് ആൽഫ പുരുഷൻ. ഉദാഹരണത്തിന് ഞാനും ഷാജഹാനും ആൽഫ പുരുഷന്മാരാണ്. ഭാര്യമാർ ഞങ്ങളെ അനുസരിക്കണം, ഞങ്ങൾ ഭാര്യമാരെ അനുസരിക്കില്ല. നീ ഒരു ആൽഫ പുരുഷനായില്ലെങ്കിൽ ഭാര്യ നിന്നെ നിയന്ത്രിക്കും. ഇങ്ങനെ അവർ പാവം ശ്രീനിവാസിന് വിവാഹത്തെക്കുറിച്ച് കുറെ വിഡ്ഢിത്തങ്ങൾ ഉപദേശിക്കുന്നു. അതിനുശേഷം ശ്രീനിവാസിന്റെയും ശ്രീവല്ലിയുടെയും വിവാഹ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. ഒടുവിൽ അവർ വിവാഹിതരാകുന്നു. ഈ വിവാഹത്തിനിടയിൽ ഗായത്രിയും ഫരീദയും ശ്രീവല്ലിയുടെ നല്ല സുഹൃത്തുക്കളാകുന്നു. ആദ്യ രാത്രിയിൽ ശ്രീനിവാസിന് തന്റെ സുഹൃത്തുക്കളുടെ വാക്കുകൾ ഓർമ്മ വരുന്നു. അവനൊരു ആൽഫ ആകണം, ശ്രീവല്ലിയുടെ മുന്നിൽ കുനിയരുത്. അവൻ ശ്രീവല്ലിയോട് തന്നെ കുറിച്ച് ചില നുണകൾ പറയാൻ തുടങ്ങുന്നു. ഞാൻ ആളുകളുടെ മുന്നിൽ മാത്രമേ ചിരിക്കാറുള്ളൂ, പക്ഷെ ഉള്ളിൽ ഞാൻ വളരെ ദേഷ്യക്കാരനാണ്. എന്റെ വീട്ടുകാർക്ക് പോലും എന്നെ ശരിക്കും അറിയില്ല. ശ്രീനിവാസ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശ്രീവല്ലി പെട്ടെന്ന് എഴുന്നേറ്റ് ടിവിയുടെ മുന്നിൽ പോയിരിക്കുന്നു. ടിവി ഓൺ ചെയ്ത് ഞെട്ടിക്കുന്ന രീതിയിൽ ശ്രീവല്ലിയും അതേ സീരിയൽ കാണാൻ തുടങ്ങുന്നു, രാജാബാബുവിന്റെയും സീതയുടെയും. ശ്രീനിവാസ് ചോദിക്കുന്നു, അപ്പോൾ നീയും ഈ സീരിയൽ കാണാറുണ്ടോ? എന്റെ കേബിൾ ടിവി വെക്കാം, നല്ല പ്രണയഗാനങ്ങൾ വരും, കുറച്ചുകൂടി റൊമാൻറ്റിക് മൂഡ് ഉണ്ടാകും. എന്നാൽ ശ്രീവല്ലി ഒന്നും മറുപടി പറയാതെ വളരെ ശ്രദ്ധയോടെ സീരിയൽ കാണുന്നു. സീരിയലിൽ രാജാബാബു തന്റെ സുഹൃത്തുക്കളോട് പറയുന്നു, നിങ്ങൾ വേഗം എന്റെ സീതയെ കണ്ടുപിടിക്കൂ. അവൾ വീട് വിട്ടു പോയെങ്കിൽ അതിനർത്ഥം ഞാൻ അവളെ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടാകും, എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകും. എനിക്ക് എന്റെ സീതയെ വേണം. ശ്രീനിവാസ് പറയുന്നു, ശ്രീവല്ലി ഈ സമയത്ത് എന്തിനാണ് സീരിയൽ കാണുന്നത്? ഇന്നത്തെ രാത്രി എത്ര സ്പെഷ്യൽ ആണെന്ന് നിനക്കറിയില്ലേ? അപ്പോൾ ശ്രീവല്ലി ദേഷ്യത്തോടെ തിരിഞ്ഞ് ശ്രീനിവാസിനോട് എന്തോ പറയാൻ തുടങ്ങുന്നു. ഇത് കണ്ട് ശ്രീനിവാസ് പേടിച്ചു പോകുന്നു. പാവം ശ്രീനിവാസ് ആദ്യ രാത്രി ആഘോഷിക്കാതെ മിണ്ടാതെ കിടന്നുറങ്ങുന്നു. രാവിലെ ആയപ്പോൾ ശ്രീവല്ലി റെഡിയായി ശ്രീനിവാസിനോട് ചോദിക്കുന്നു, രാത്രി എന്താണ് ഇത്ര നേരത്തെ ഉറങ്ങിയത്? പക്ഷെ ശ്രീനിവാസ് ശ്രീവല്ലിയോട് ദേഷ്യത്തിലായിരുന്നു. ശ്രീവല്ലി ജോലിക്ക് പോകാൻ തയ്യാറാകുന്നു. അവൾ അമ്മായിയമ്മയോട് പറയുന്നു, അമ്മേ എനിക്കും ഒരു ദോശ തരുമോ? ഓഫീസിൽ പോകാൻ സമയമായി. ഇത് കേട്ട് വീട്ടിലുള്ളവരെല്ലാം, പ്രത്യേകിച്ച് ശ്രീനിവാസിന്റെ അമ്മ ഞെട്ടിപ്പോകുന്നു. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ശ്രീനിവാസ് ശ്രീവല്ലിയെ അവളുടെ ഓഫീസിൽ കൊണ്ടുവിടാൻ പോകുന്നു. വഴിയിൽ വെച്ച് ശ്രീനിവാസ് തന്റെ കേബിൾ ടിവി ഓഫീസ് കാണിച്ചു കൊടുക്കുന്നു. ഞെട്ടിക്കുന്ന കാര്യം, അതിനടുത്തായി കുമാറിന്റെ ഡിഷ് ടിവിയുടെ ബാനറും തൂക്കിയിട്ടിരിക്കുന്നു. കുറഞ്ഞ വിലയിൽ കൂടുതൽ ചാനലുകൾ നേടുവെന്ന്. ഇത് കണ്ട് ശ്രീനിവാസ് കുമാറിന്റെ അടുത്തേക്ക് പോയി ദേഷ്യപ്പെടുന്നു. എന്നാൽ അവിടെ ശ്രീനിവാസിനേക്കാൾ കൂടുതൽ ദേഷ്യപ്പെടുന്നത് ശ്രീവല്ലിയാണ്. ശ്രീവല്ലിയുടെ ഈ ഭാവം കണ്ട് ശ്രീനിവാസ് അവളെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അടുത്ത രാത്രിയിലും ശ്രീനിവാസ് ആദ്യ രാത്രി ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. സംസാരത്തിനിടയിൽ ശ്രീവല്ലി പറയുന്നു, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ നന്നായി പാടുമായിരുന്നു. ശ്രീനിവാസ് ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെടുന്നു. ശ്രീവല്ലി നാണത്തോടെ പാടാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അവളുടെ ശബ്ദം പരുക്കനാകുന്നു. കാര്യം എന്തെന്നാൽ ശ്രീവല്ലി വീണ്ടും ടിവിയുടെ മുന്നിൽ പോയിരുന്ന് അതേ സീരിയൽ കാണാൻ തുടങ്ങിയിരുന്നു. ഇത് കണ്ട് ശ്രീനിവാസ് ടിവിക്ക് മുന്നിൽ വന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. ശ്രീവല്ലി, നീ വീണ്ടും സീരിയൽ കാണാൻ തുടങ്ങിയോ? വാ, നമുക്ക് കുറച്ചുകൂടി സംസാരിച്ചിരിക്കാം. എന്നാൽ ശ്രീവല്ലിയുടെ മുഴുവൻ ശ്രദ്ധയും സീരിയലിലായിരുന്നു. ദേഷ്യം വന്ന് ശ്രീനിവാസ് ടിവി ഓഫ് ചെയ്യുന്നു. പെട്ടെന്ന് ശ്രീവല്ലി ശ്രീനിവാസിന്റെ അടുത്തേക്ക് വന്ന് ടിവി ഓൺ ചെയ്യുന്നു. വീണ്ടും ടിവി ഓഫ് ചെയ്യാൻ പോകുന്ന ശ്രീനിവാസിനെ തടഞ്ഞുകൊണ്ട് ശ്രീവല്ലി അത്രയും വലിയ കട്ടിൽ ഒറ്റ കൈകൊണ്ട് തള്ളി മാറ്റുന്നു. വളരെ ഭയാനകമായ ശബ്ദത്തിൽ അവൾ പറയുന്നു, ടിവി ഓഫ് ചെയ്യരുത്. ഇത് കണ്ട് അവന്റെ മുട്ടിടിക്കുന്നു. അരമണിക്കൂറോളം അവൻ ഒരു മൂലയിലിരുന്ന് അവിടെ തന്നെ ഉറങ്ങിപ്പോകുന്നു. രാവിലെ ആയപ്പോൾ ശ്രീനിവാസ് തന്റെ 2 സുഹൃത്തുക്കളെയും ഓഫീസിലേക്ക് വിളിപ്പിച്ച് കഴിഞ്ഞ രാത്രിയിലെ സംഭവം വിവരിക്കുന്നു. എന്റെ ഭാര്യ സീരിയലിന് അഡിക്റ്റ് ആണ്. ഞെട്ടിക്കുന്ന കാര്യം, ഷാജഹാന്റെ ഭാര്യ ഫരീദയും കഴിഞ്ഞ രാത്രി ഇതുപോലെയാണ് പെരുമാറിയത്. അതായത് രാത്രി 9 മണിക്ക് ആ സീരിയൽ വരുമ്പോൾ ശ്രീവല്ലിയും ഫരീദയും വളരെ വിചിത്രമായി പെരുമാറി ടിവിക്ക് മുന്നിലിരിക്കും. സ്വന്തം ഭാര്യമാരെ കുറിച്ച് കേട്ട് ശ്രീനിവാസും ഷാജഹാനും ഞെട്ടിപ്പോകുന്നു. വെങ്കടേഷ് ഷാജഹാനെ കളിയാക്കുന്നു. ഷാജഹാൻ, ഞാനും നീയും ആൽഫയല്ലേ? നീ എപ്പോഴാണ് നിന്റെ ഭാര്യയെ പേടിക്കാൻ തുടങ്ങിയത്? നീയും ശ്രീനിവാസിനെ പോലെയായി. ശ്രീനിവാസും ഷാജഹാനും വെങ്കടേഷിനോട് പറയുന്നു, നിനക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലേ, അതുകൊണ്ട് നിനക്ക് ഇതൊന്നും അറിയില്ല. ഒരു ദിവസം ലീവ് എടുത്ത് നിന്റെ ഭാര്യയെ നിരീക്ഷിക്കൂ. കൃത്യം 9 മണിക്ക് ഭാര്യയോട് കോഫി ചോദിക്കൂ.
വെങ്കടേഷ് പറയുന്നു, അതിനെന്താ ഇത്ര വലിയ കാര്യം? രാത്രി 9 മണിക്ക് എന്റെ വീടിനടുത്ത് വാ, നിങ്ങൾ രണ്ടുപേരും എന്നെ കണ്ടു പഠിക്കുക. അങ്ങനെ രാത്രിയായപ്പോൾ ശ്രീനിവാസും ഷാജഹാനും വെങ്കടേഷിന്റെ വീടിന് പുറത്ത് ജനലിലൂടെ ഒളിഞ്ഞു നോക്കുന്നു. വെങ്കടേഷ് കൈനീട്ടി ഭാര്യയോട് ചായ ചോദിക്കുന്നു. എന്നാൽ ഗായത്രി അടുക്കളയിൽ നിന്ന് ഒരു കസേര കൊണ്ടുവന്ന് ടിവിക്ക് മുന്നിലിരുന്ന് സീരിയൽ കാണാൻ തുടങ്ങുന്നു. ഗായത്രിയുടെ പ്രവൃത്തി കണ്ട് വെങ്കടേഷ് ഞെട്ടിപ്പോകുന്നു. തനിക്ക് കോഫി തരാതെ അവൾ ടിവി കാണുകയാണോ എന്ന്. വെങ്കടേഷ് വേഗം ടിവി ഓഫ് ചെയ്ത് റിമോട്ടിന്റെ ബാറ്ററികൾ എവിടെയോ വലിച്ചെറിയുന്നു. ഗായത്രി വളരെ വിചിത്രമായ ശബ്ദത്തിൽ വെങ്കടേഷിനോട് ബാറ്ററികൾ ചോദിക്കുന്നു. വെങ്കടേഷ് കൊടുക്കാതിരുന്നപ്പോൾ ഗായത്രി വെങ്കടേഷിന്റെ കഴുത്തിന് പിടിച്ച് മുകളിലേക്ക് ഉയർത്തുകയും ദൂരേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു. ഗായത്രിയുടെ ഈ രൂപം കണ്ട് വെങ്കടേഷ് പേടിച്ച് വേഗം ബാറ്ററികൾ തിരയാൻ തുടങ്ങുന്നു. പക്ഷെ അവന് ബാറ്ററികൾ കിട്ടുന്നില്ല. വെങ്കടേഷിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവന്റെ സുഹൃത്തുക്കൾ വാച്ചിലെ ബാറ്ററികൾ ഊരിയെടുത്ത് റിമോട്ടിലിട്ട് സീരിയൽ ഓൺ ചെയ്യുന്നു. അതോടെ ഗായത്രി സന്തോഷത്തോടെ ടിവിക്ക് മുന്നിലിരുന്ന് സീരിയൽ കാണാൻ തുടങ്ങുന്നു. സുഹൃത്തുക്കൾ വന്ന് പറയുന്നു, കണ്ടോ, നിന്റെ ഭാര്യ ചന്ദ്രമുഖിയെ പോലെയായി. രാവിലെ ആയപ്പോൾ ഇവർ 3 പേരും ഒരിടത്ത് ഒത്തുകൂടി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. പെട്ടെന്ന് തങ്ങളുടെ ഭാര്യമാർക്ക് എന്ത് പറ്റിയെന്നും 9 മണിയാകുമ്പോൾ ഭർത്താവിനെ പോലും ശ്രദ്ധിക്കാതെ ടിവിക്ക് മുന്നിലിരിക്കുന്നതിനെ കുറിച്ചും അവർ സംസാരിക്കുന്നു. ആ സീരിയൽ ശപിക്കപ്പെട്ടതാണെന്ന് അവർ കരുതുന്നു. ശ്രീനിവാസ് പറയുന്നു, ആദ്യം നമുക്ക് നമ്മുടെ ഭാര്യമാരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം, എന്തുകൊണ്ടാണ് അവർ രാത്രിയിൽ ഇങ്ങനെ പെരുമാറുന്നതെന്ന്. എന്നാൽ വെങ്കടേഷിന്റെ ആൽഫ മനോഭാവം അതിന് സമ്മതിക്കുന്നില്ല. ഇത് നമ്മുടെ പ്രശ്നമാണ്, നമ്മൾ തന്നെ പരിഹരിക്കും. സ്ത്രീകളോട് സഹായം ചോദിച്ചാൽ ഭാവിയിൽ അവർ നമ്മളെ വില കുറച്ച് കാണും. ഷാജഹാൻ പറയുന്നു, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഭാര്യമാരുടെ ശരീരത്തിൽ പ്രേതബാധയുണ്ടെന്നാണ്. അതിനുശേഷം ശ്രീനിവാസ് വീട്ടിലെത്തുമ്പോൾ അവന്റെ അമ്മ ചോദിക്കുന്നു, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല ബന്ധത്തിലാണോ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? കഴിഞ്ഞ രാത്രി ഞാൻ ശ്രീവല്ലിയോട് ടെറസിൽ നിന്ന് തുണിയെടുക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ അവൾ സീരിയലിൽ മുഴുകി ഞാൻ പറഞ്ഞത് കേട്ടതേയില്ല. അപ്പോൾ ശ്രീവല്ലി അങ്ങോട്ട് വന്നപ്പോൾ ശ്രീനിവാസിന്റെ അമ്മ വിഷയം മാറ്റുന്നു. ഈ സംഭവത്തിന് ശേഷം ശ്രീനിവാസും വെങ്കടേഷും ഷാജഹാനും തങ്ങളുടെ ഭാര്യമാരെ ഭയപ്പെടാൻ തുടങ്ങുന്നു. ഇതിനിടയിൽ ശ്രീനിവാസിന്റെ കേബിൾ ഉപഭോക്താക്കൾ കുറയുകയും കുമാറിന്റെ ഉപഭോക്താക്കൾ കൂടുകയും ചെയ്യുന്നു. വീണ്ടും രാത്രിയായപ്പോൾ ശ്രീനിവാസ് എന്തെങ്കിലും കാരണം പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു. ഞെട്ടിക്കുന്ന കാര്യം, ആ ഗ്രാമത്തിലെ ഓരോ വീട്ടിലെയും കഥ ഇത് തന്നെയായിരുന്നു. ഗ്രാമത്തിലെ എല്ലാ പുരുഷന്മാരും ഭാര്യമാരെ പേടിച്ച് വീടിന് പുറത്ത് കറങ്ങി നടക്കുകയായിരുന്നു. ഈ പ്രശ്നം ശ്രീവല്ലിക്കും ഗായത്രിക്കും ഫരീദയ്ക്കും മാത്രമല്ല, ഗ്രാമത്തിലെ ഓരോ സ്ത്രീക്കും ഉണ്ടായിരുന്നു. രാത്രി 9 മണിയാകുമ്പോൾ ഓരോ വീട്ടിലെയും സ്ത്രീകൾ അക്രമാസക്തരായി ടിവിക്ക് മുന്നിലിരുന്ന് അതേ സീരിയൽ കാണുന്നു. രാവിലെ ആയപ്പോൾ ഇവർ 3 പേരും വീണ്ടും ഒരിടത്ത് ഒത്തുകൂടി ഗ്രാമത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഗ്രാമത്തിൽ ഇത്രയൊക്കെ നടന്നിട്ടും ഒരു പുരുഷൻ പോലും ഇതിനെതിരെ ശബ്ദമുയർത്തിയില്ല. ശ്രീവല്ലിക്കും ഗായത്രിക്കും ഫരീദയ്ക്കും തങ്ങളുടെ ജീവിതത്തിൽ എന്തോ മാറ്റം സംഭവിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. രാത്രിയാകുമ്പോൾ അവർക്ക് എന്തോ നഷ്ടപ്പെടുന്നതായി തോന്നുന്നുണ്ട്. പക്ഷെ ഒരു ഭർത്താവും ഭാര്യയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. രാത്രിയായാൽ മുറിയിൽ നിന്ന് പുറത്തു പോകുന്നു. ഒരു ദിവസം ശ്രീവല്ലി ശ്രീനിവാസനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ശ്രീവല്ലി കരുതുന്നത് അവൾ വീട്ടിലെ ജോലികൾ ചെയ്യാത്തത് കൊണ്ടാണ് ശ്രീനിവാസും അവന്റെ അമ്മയും ദേഷ്യപ്പെടുന്നതെന്നാണ്. അവൾ പറയുന്നു, ചെറുപ്പം മുതൽ ഞാൻ വീട്ടിൽ ഒരു ജോലിയും ചെയ്തിട്ടില്ല. നിങ്ങളുടെ അമ്മ എന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ പഠിച്ചോളാം. എന്നാൽ ശ്രീനിവാസിന്റെ മനസ്സിൽ മറ്റെന്തോ ആയിരുന്നു. അടുത്ത ദിവസം ശ്രീനിവാസ് വെങ്കടേഷിനെയും ഷാജഹാനെയും കൂട്ടി ഒരു മന്ത്രവാദിനിയുടെ അടുത്തേക്ക് പോകുന്നു. അവിടെയാണ് സാമന്ത മൊഹത്തറാമ അവതരിപ്പിക്കുന്ന മായ എന്ന കഥാപാത്രം. മായയെ കണ്ടാൽ കഠിനമായ തപസ്സിൽ മുഴുകിയിരിക്കുകയാണെന്ന് തോന്നും. അവൾ ഇവരെ കണ്ടതും ഇവരുടെ പ്രശ്നം മനസ്സിലാക്കുന്നു. അവിടെയും ചില തമാശ രംഗങ്ങളുണ്ട്. അവൾ പറയുന്നു, നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം എന്റെ അടുത്തുണ്ട്. അവൾ അവർക്കൊരു മന്ത്രം നൽകി 10 ലക്ഷം തവണ ജപിക്കാൻ പറയുന്നു. ഇത് കേട്ട് അവർ ഞെട്ടിപ്പോകുന്നു. മായ പറയുന്നു, എനിക്കറിയാം നിങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ലെന്ന്. എന്റെ ശിഷ്യൻ അതെല്ലാം ചെയ്തോളും. നിങ്ങൾ 10,000 രൂപ തന്നാൽ മതി. അവർ പറയുന്നു, മാഡം, ഞങ്ങളുടെ കയ്യിൽ 10,000 രൂപയില്ല. ആ മന്ത്രം ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ തന്നെ ജപിച്ചോളാം. മായ സമ്മതിക്കുന്നു. ശരി, ഇതാ. അവൾ കൂടുതൽ നിയമങ്ങൾ പറയുന്നു. ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഈ മന്ത്രം ജപിക്കണം. മാഡം, ഇത്ര കഠിനമായ തപസ് ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഒടുവിൽ അവർ 10,000 രൂപ സംഘടിപ്പിച്ച് മായയ്ക്ക് നൽകുന്നു. അതിനുശേഷം മായ അവർക്ക് ഒരു ദ്രാവകം നൽകിക്കൊണ്ട് പറയുന്നുണ്ട്, കൃത്യം 9 മണിക്ക് ഈ ദ്രാവകം ഒരു ചെറിയ പാത്രത്തിൽ ഒഴിച്ച് നിങ്ങളുടെ ഭാര്യമാരുടെ മുടി മുറിച്ച് അതിലിടണം. കുറച്ചു കഴിഞ്ഞാൽ ദ്രാവകത്തിൽ നിന്ന് പുക വരും. അപ്പോൾ യഥാർത്ഥ പ്രേതത്തെ കാണാം. രാത്രിയായപ്പോൾ അവരുടെ ഭാര്യമാർ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ 3 പേരും വളരെ കഷ്ടപ്പെട്ട് ഭാര്യമാരുടെ മുടി മുറിച്ച് ആ ദ്രാവകത്തിൽ ഇടുന്നു.
കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ദ്രാവകത്തിൽ നിന്ന് ധാരാളം പുക അവരുടെ വീടുകളിൽ നിറയുന്നു. ഞെട്ടിക്കുന്ന കാര്യം, ആ പുകയിൽ യഥാർത്ഥ പ്രേതങ്ങളുടെ മുഖം തെളിയുന്നു. ആ പ്രേതങ്ങൾ മറ്റാരുമല്ല, അവരുടെ സ്വന്തം മുത്തശ്ശിമാരായിരുന്നു. അതായത് ആ ഗ്രാമത്തിൽ മരിച്ചുപോയ വൃദ്ധകളുടെ ആത്മാക്കൾ അവരുടെ മരുമക്കളുടെ ശരീരത്തിൽ കയറി ഈ TV സീരിയൽ കാണുകയായിരുന്നു. കാരണം ഈ സീരിയൽ വർഷങ്ങളായി തുടരുകയാണ്, ഇതുവരെ അവസാനിച്ചിട്ടില്ല. രാവിലെ ആയപ്പോൾ ഇവർ 3 പേരും വീണ്ടും ഒരിടത്തൊത്തുകൂടി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഈ കിഴവികൾക്ക് മരിച്ചിട്ടും സീരിയൽ കാണാതെ പറ്റില്ലേ? അപ്പോൾ TVയിൽ അതേ സീരിയലിന്റെ പരസ്യം വരുന്നു. നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്ന് ആ ദിവസം വരാൻ പോകുന്നു. 3 ദിവസത്തിന് ശേഷം അവസാന എപ്പിസോഡ് സംപ്രേഷണം ചെയ്യും. ആ എപ്പിസോഡിൽ രാജാബാബുവും സീതയും ഒന്നിക്കും. ഈ പരസ്യം കണ്ട് ഗ്രാമത്തിലെ പുരുഷന്മാരെല്ലാം സന്തോഷിക്കുന്നു. അവർ ഒന്നിച്ചാൽ സീരിയൽ അവസാനിക്കും. എല്ലാ വൃദ്ധകളുടെ ആത്മാക്കളും തിരികെ പോകുമെന്ന് അവർ കരുതുന്നു. അതിനുശേഷം എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ശ്രീനിവാസും വെങ്കടേഷും ഷാജഹാനും തങ്ങളുടെ ഭാര്യമാരെ കസേരയിട്ട് TVക്ക് മുന്നിലിരുത്തുന്നു. സീരിയലിലൊടുവിൽ രാജാബാബു സീതയെ കാണുന്നു. അവൻ സീതയുടെ അടുത്ത് വന്ന് മാപ്പ് ചോദിക്കുന്നു. സീത, നീ എന്റെ കൂടെയായിരുന്നപ്പോൾ ഞാൻ നിന്നെ വിലമതിച്ചില്ല. എന്നോട് ക്ഷമിക്കൂ. ഞാനിപ്പോൾ ആകെ മാറിയിരിക്കുന്നു. ഞാൻ നിനക്കൊരു നല്ല ഭർത്താവായിരിക്കും. ഗ്രാമത്തിലെ എല്ലാ സ്ത്രീകളും ഈ രംഗത്തിനായി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ സീരിയലിൽ ശക്തമായ മഴ പെയ്യുന്നു. ഒരു മരക്കൊമ്പൊടിഞ്ഞ് രാജാബാബുവിന്റെ തലയിൽ വീഴുന്നു. അവൻ ഓർമ്മ നഷ്ടപ്പെടുന്നു. അവൻ തന്റെ ഭാര്യ സീതയെ പോലും മറന്നുപോകുന്നു. നീ ആരാണ് എന്ന് ചോദിക്കുന്നു. അതോടെ അവരുടെ പുനഃസമാഗമം ഉടൻ ഉണ്ടാകില്ലെന്നും കഥ ഇനിയും നീളുമെന്നും കാണിക്കുന്നു. ഇത് കണ്ട് ഗ്രാമത്തിലെ എല്ലാ പുരുഷന്മാരും ഞെട്ടിപ്പോകുന്നു. ആ വൃദ്ധകളുടെ ആത്മാക്കളും സീരിയലിനെ ശപിക്കാൻ തുടങ്ങുന്നു. സീരിയലിൽ സീത ഭർത്താവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ഡോക്ടർ മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം പറയുന്നു. തലയ്ക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് രാജാബാബുവിന് 1 വർഷത്തെ ഓർമ്മ നഷ്ടപ്പെട്ടുവെന്നും 1 വർഷം മുൻപ് അവൻ എങ്ങനെയായിരുന്നോ അതുപോലെ വീണ്ടും പെരുമാറുമെന്നും. അതായത് അവൻ വീണ്ടും സീതയെ വെറുക്കാൻ തുടങ്ങും. തന്റെ ഭർത്താവിനെ വീണ്ടും നല്ല മനുഷ്യനാക്കുമെന്ന് സീത തീരുമാനിക്കുന്നു. അതിനർത്ഥം ഇനിയും 3000 എപ്പിസോഡുകൾ ഉറപ്പാണ്. ഗ്രാമത്തിലെ പുരുഷന്മാർ വീണ്ടും മായയുടെ അടുത്തേക്ക് പോകുന്നു. അവരുടെ പ്രശ്നങ്ങൾ കേട്ട ശേഷം മായ പറയുന്നു, ഇതിന്റെ പരിഹാരം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അതിനുശേഷം ശ്രീനിവാസ് വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ ശ്രീവല്ലിക്ക് പകരം അവന്റെ മുത്തശ്ശിയെ കാണുന്നു. പേടിച്ചവൻ താഴെ പോയി കിടക്കുന്നു. ഇത് ശ്രീവല്ലി ശ്രദ്ധിക്കുന്നുണ്ട്. രാവിലെ ആയപ്പോൾ ശ്രീവല്ലി വീട്ടുജോലികൾ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൾക്ക് സാധിക്കുന്നില്ല. അവൾ ശ്രീനിവാസനോട് ശരിക്കും സംസാരിക്കുന്നുമില്ല. ശ്രീനിവാസ് അവളുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു, നിനക്ക് എന്തു പറ്റി? ശ്രീവല്ലി പറയുന്നു, കുറച്ചു ദിവസം മുൻപ് ഞാൻ നിങ്ങളോട് ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. പക്ഷെ നിങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോഴാണ് ശ്രീനിവാസ് സത്യം പറയാൻ തുടങ്ങുന്നത്. ആദ്യ രാത്രിയിൽ നീ ഈ കട്ടിൽ ഒറ്റ കൈ കൊണ്ട് തള്ളി മാറ്റി. ഇത് കേട്ട് ശ്രീവല്ലി വിശ്വസിക്കുന്നില്ല. പക്ഷെ പലതവണ വിശദീകരിച്ചപ്പോൾ അവൾക്ക് ചില കാര്യങ്ങൾ പന്തികേട് തോന്നുന്നു. സംസാരത്തിനിടയിൽ ശ്രീവല്ലിയുടെ ശരീരത്തിൽ വീണ്ടും ശ്രീനിവാസന്റെ മുത്തശ്ശി വന്ന് അവനെ ചീത്ത പറയുന്നു. രാവിലെ ആയപ്പോൾ ശ്രീവല്ലി, ഗായത്രി, ഫരീദ എന്നിവർ ഒരിടത്ത് ഒത്തുകൂടി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഗായത്രിക്കും ഫരീദയ്ക്കും രാത്രിയിലെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അവരുടെ ഭർത്താക്കന്മാർ അവരോട് ഒന്നും പറഞ്ഞിട്ടുമില്ല. ശ്രീനിവാസ് മാത്രമാണ് ശ്രീവല്ലിയോട് കാര്യങ്ങൾ പറഞ്ഞത്. ശ്രീവല്ലി പറയുന്നത് അവർ വിശ്വസിക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ വെങ്കടേഷും ഷാജഹാനും ശ്രീനിവാസിന്റെ അടുത്ത് വന്ന് അവനെ വഴക്ക് പറയുന്നു. നീ എന്തിനാണ് നിന്റെ ഭാര്യയോട് എല്ലാം പറഞ്ഞത്? ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളോട് ഇതേക്കുറിച്ച് ചോദിക്കുന്നു. ശ്രീനിവാസ് കഴിഞ്ഞ രാത്രിയിലെ സംഭവം വിവരിക്കുന്നു. എന്റെ ഭാര്യ ഇന്നലെ രാത്രി വളരെ ഭയാനകമായി കാണപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ അവളോട് സംസാരിച്ചത്. അതിനുശേഷം അവരുടെ ഭാര്യമാർ അവർക്ക് പല ആശയങ്ങളും നൽകുന്നു. TV ഓഫ് ചെയ്യുക, ബാറ്ററി ഊരുക തുടങ്ങിയവ. എന്നാൽ അതൊന്നും ഫലിക്കില്ലെന്നും സീരിയൽ കഴിഞ്ഞാൽ മാത്രമേ ഈ ആത്മാക്കൾ പോവുകയുള്ളൂ എന്നും അവർ പറയുന്നു. ഇതിനിടയിൽ ശ്രീനിവാസന്റെ മാതാപിതാക്കൾക്കും ശ്രീവല്ലിയിൽ സംശയം തോന്നി അവനോട് ചോദിക്കുമ്പോൾ അവൻ സത്യമെല്ലാം പറയുന്നു. അങ്ങനെ പൗർണമി രാത്രി വരുന്നു. മായ അവരോട് പറഞ്ഞിരുന്നു പൗർണമി രാത്രിയിൽ പ്രേതങ്ങളുടെ ശക്തി വർദ്ധിക്കുമെന്ന്. ആ സ്ത്രീകൾ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാജാബാബു സീതയെ വല്ലാതെ ഉപദ്രവിക്കുന്നു. ഇത് കണ്ട് ആത്മാക്കൾക്ക് ദേഷ്യം വരുന്നു. അവരുടെ ദേഷ്യം കാരണം വീട്ടിലെ സാധനങ്ങളെല്ലാം ഇളകാൻ തുടങ്ങുന്നു. അടുത്ത ദിവസം ശ്രീനിവാസും വെങ്കടേഷും ഷാജഹാനും ഒത്തുകൂടി കഴിഞ്ഞ രാത്രി ഭാര്യമാർ അവരെ തല്ലിയതിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ TVയിൽ രാജാബാബുവിന്റെ ഒരു അഭിമുഖം വരുന്നു. ആ പരിപാടി കണ്ട് ശ്രീവല്ലിയും ഗായത്രിയും ഫരീദയും ആ ചാനലിലേക്ക് വിളിച്ച് രാജാബാബുവിനോട് സംസാരിച്ച് അവന് ചീത്ത പറയുന്നു. നീ എന്തിനാണ് സീതയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? വേഗം നിന്റെ സീരിയൽ അവസാനിപ്പിക്കൂ. ആ നടനും ദേഷ്യപ്പെടുന്നു. ഇത് ഞങ്ങളുടെ കഥയാണ്, ഞങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. ഈ ഉപദ്രവം കാരണമാണ് ഞങ്ങൾക്ക് ഇത്രയും TRP കിട്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട. ഈ പരിപാടി കണ്ട് ശ്രീനിവാസന് ഒരു അടിപൊളി ആശയം തോന്നുന്നു. അവൻ തന്റെ സുഹൃത്തുക്കളെ വിളിച്ച് ആശയം പറയുന്നു.
അവർ തന്നെ ഈ സീരിയലിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് തന്റെ കേബിൾ വഴി സംപ്രേഷണം ചെയ്ത് രാജാബാബുവിനെയും സീതയെയും ഒന്നിപ്പിച്ച് സീരിയൽ അവസാനിപ്പിക്കാം എന്ന് കരുതുന്നു. ആശയം നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് സുഹൃത്തുക്കളും സമ്മതിക്കുന്നു. അവർ ഒരു ലോക്കൽ ഡയറക്ടറെയും ക്യാമറാമാനെയും കണ്ട് കഥ പറയുന്നു. അവർ 2 ലോക്കൽ നടന്മാരെ വെച്ച് ഒരു എപ്പിസോഡ് ഉണ്ടാക്കുന്നു. രാത്രി 9 മണിക്ക് ശ്രീനിവാസ് തന്റെ കേബിൾ വഴി ഈ വ്യാജ എപ്പിസോഡ് പ്ലേ ചെയ്യുന്നു. അത് വിജയിക്കുന്നു. ഈ സംഭവത്തിന് ശേഷം ശ്രീനിവാസിന്റെ ബിസിനസ് വീണ്ടും ഉയരുന്നു. അതിനുശേഷം അവർ മറ്റൊരു എപ്പിസോഡ് പ്ലാൻ ചെയ്യുന്നു. ആ എപ്പിസോഡിൽ സീത തന്റെ ജോലി ഉപേക്ഷിച്ച് രാജാബാബുവിനോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജോലി ഉപേക്ഷിച്ചു, ഇനി നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ജീവിക്കും. ഈ എപ്പിസോഡ് കണ്ട് എല്ലാ ആത്മാക്കളും ദേഷ്യപ്പെടുന്നു. രാജാബാബു ഭാര്യയുടെ സ്വാതന്ത്ര്യം കവർന്നെടുത്തു എന്ന് പറഞ്ഞ് അവർ വീണ്ടും പ്രശ്നമുണ്ടാക്കുന്നു. ഒടുവിൽ അവർ തങ്ങളുടെ ഭാര്യമാരോട് എല്ലാം പറയുന്നു. ശ്രീവല്ലിയും ഗായത്രിയും ഫരീദയും ചേർന്ന് സീരിയലിന് നല്ലൊരു അവസാനം എഴുതുന്നു. ആത്മാക്കൾക്ക് സന്തോഷം നൽകുന്ന ഒരു ക്ലൈമാക്സ്. അവർ ആ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നു. രാത്രിയായപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ കാത്തിരിക്കുന്നു. എന്നാൽ TV ഓൺ ചെയ്യുമ്പോൾ സിഗ്നൽ ഇല്ല. ശ്രീനിവാസ് കാരണം ബിസിനസ് തകർന്ന കുമാർ അവന്റെ കേബിൾ ബോക്സ് മോഷ്ടിച്ച് ദൂരെ വലിച്ചെറിഞ്ഞിരുന്നു. ശ്രീനിവാസ് ഗ്രാമവാസികളോട് പറയുന്നു, നിങ്ങളുടെ എല്ലാം ടിവികൾ എടുത്ത് ഒരു ഗ്രൗണ്ടിലേക്ക് വരൂ. അവിടെ വെച്ച് അവൻ ആ അവസാന എപ്പിസോഡ് ഒരു പ്രൊജക്ടറിൽ പ്ലേ ചെയ്യുന്നു. സീരിയലിന്റെ ശബ്ദം കേട്ട് എല്ലാ പ്രേതങ്ങളും ടിവിക്ക് മുന്നിൽ വന്നിരിക്കുന്നു. എപ്പിസോഡിൽ രാജാബാബു ഒടുവിൽ ഭാര്യ സീതയെ സ്വീകരിക്കുന്നു. തങ്ങളുടെ ഭാര്യമാർ തങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ആ ഭർത്താക്കന്മാർക്ക് അപ്പോൾ മനസ്സിലാകുന്നു. എപ്പിസോഡ് കഴിഞ്ഞ് ശുഭം എന്നെഴുതി കാണിക്കുമ്പോൾ എല്ലാ ആത്മാക്കളും ശാന്തരാകുന്നു. അതിനുശേഷം ശ്രീനിവാസും വെങ്കടേഷും ഷാജഹാനും തങ്ങളുടെ ഭാര്യമാരെ സ്നേഹത്തോടെ പരിചരിക്കാൻ തുടങ്ങുന്നു. ഒരു രാത്രി കുമാർ ശ്രീനിവാസിന്റെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് വന്ന് പറയുന്നു, എനിക്കും ഒരു കേബിൾ കണക്ഷൻ തരൂ, എന്റെ മുത്തശ്ശി മരിച്ചുപോയി. ഇപ്പോൾ എന്റെ ഭാര്യയുടെ ശരീരത്തിൽ കയറി ആ സീരിയൽ കാണുന്നു. കുമാർ ശ്രീനിവാസിന്റെ ബോക്സ് വലിച്ചെറിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് അവന്റെ മുത്തശ്ശി മരിച്ചത്. ഇതോടെ സിനിമ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സിനിമയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.